ഹായ് ഹലോ ഡിയേഴ്സ്, ഞാൻ എൻ്റെ ഷോപ്പിൽ എനിക്ക് നല്ല ജലദോഷം കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വ്ളോഗാണ് ഗൈസ്. അപ്പോൾ ഇക്ക പറഞ്ഞു പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കോളൂ, ആശുപത്രിയിൽ പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു ആശുപത്രിയിൽ പോകണ്ട, ഈ പൊടിയിൽ നിന്നൊന്ന് മാറിയാതിന്ന്. അങ്ങനെ ഗൈസ് ഞങ്ങൾ പോവുകയാണ്. അപ്പം ഞാൻ വണ്ടി ഇരുന്ന് എനിക്ക് 2 ബോണ്ടിയുടെ ചോക്ലേറ്റ് തന്നു. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഷോപ്പിൽ നിന്ന് ഒരു 5-10 മിനിറ്റോളം ഉണ്ട് ഞങ്ങളുടെ വീട്ടിലെത്തുന്നത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇക്ക എനിക്കൊരു ഫാഷൻ ഫ്രൂട്ട് തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഉറങ്ങി എണീറ്റതിന് ശേഷം വൈകിട്ടാണ് കേട്ടോ മോനിക്കും മോക്കൊക്കെ വെറുഞ്ചായിട്ട് കൊടുത്തു. ഞങ്ങൾ വൈകിട്ട് വെറുഞ്ചായാണ് കൂടുതലും കുടിക്കുന്നത്, രാവിലെ പാൽ ചായ കുടിക്കുന്നതിനെ കൊണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്ന് പഠിക്കുകയാണ് ഗൈസ്. എന്തോ ആണോ എന്തോ. അങ്ങനെ ഞാൻ എൻ്റെ ഗാഗ് ഫ്രൂട്ടൊക്കെ കാണാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി. അപ്പം നമുക്ക് അവിടെ ഞങ്ങളുടെ വൃത്തിയാക്കാനൊക്കെ വന്നില്ലേ. അതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ആ പോച്ചയൊക്കെ പോയതിന് ശേഷം നോക്കിയാണ് ഗൈസ് എൻ്റെ കറ്റാർ വാഴയാണിത്. ഞാൻ നല്ലതുപോലെ നോക്കുന്ന കറ്റാർ വാഴ. അങ്ങനെ അവിടെയെല്ലാം വൃത്തിയാക്കി. ഇത് മോൻ്റെ സൈക്കിളാണ് കേട്ടോ, അത് മോൻ്റെ ജീപ്പാണ്. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയപ്പോൾ എൻ്റെ ഗാഗ് ഫ്രൂട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു ഗൈസ്. അപ്പോൾ നല്ല രസമായിട്ട് നിൽക്കുന്നു, പല പല കളറിലാണ് കേട്ടോ. ഒരെണ്ണം ഓറഞ്ചെങ്കിൽ ഒരെണ്ണം നല്ല ചുവപ്പായിരിക്കും, പിന്നെ ഒന്ന് പച്ചയായിരിക്കും. അങ്ങനെ എല്ലാ ഗാഗ് ഫ്രൂട്ടും പോയി നോക്കുകയാണ്. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഗാഗ് ഫ്രൂട്ടല്ല ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു ഗാഗ് ഫ്രൂട്ടായിട്ട് മാറുന്നുണ്ട്. അതിനൊട്ടും വളർച്ച വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമ്മുടെ ആ കാർ പോർച്ചിൻ്റെ അവിടെയാണ് കേട്ടോ, ഇതാണ് ഞങ്ങളുടെ കാർ പോർച്ച് വരുന്നത്. അപ്പം അവിടെയാണ് നമ്മൾ നോക്കുക. പിന്നെ ഞാൻ മുകളിൽ ടെറസിൻ്റെ മുകളിൽ കയറിപ്പോയി. അപ്പം ഞങ്ങളുടെ അവിടുന്ന് ഇങ്ങോട്ട് ബാക്കിലോട്ട് നോക്കുമ്പോൾ ചുറ്റും ഇങ്ങനെ റബ്ബർ കാടാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളൊക്കെ ഉണ്ട്, എന്നാലും അങ്ങോട്ടൊക്കെ റബ്ബർ കാടാണ്. നമ്മുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ വീണ്ടും ഞങ്ങളുടെ മുകളിൽ 2ാമത്തെ നില കഴിഞ്ഞിട്ട് മുകളിലോട്ട് സ്റ്റെപ്പ് കയറി പോവുകയാണ് ഗൈസ്. അവിടെ നല്ല രീതിയിൽ ഗാഗ് ഫ്രൂട്ട് നല്ലതുപോലെ വളർന്നു കിടക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടെ ടാങ്കിൻ്റെ മുകളിലോ അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നല്ല കണക്കാണ് ഗൈസ് നിൽക്കുന്നത് കേട്ടോ. താഴത്തത് മാത്രമാണ് നമ്മുടെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് മാത്രമാണ് കേട്ടോ. ഇതൊക്കെ ഏകദേശം നല്ല വിളവായ ഐറ്റംസാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ടെറസിൽ ഇങ്ങനെ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇങ്ങനെ കിടക്കുന്നതാണൊക്കെ തോന്നുന്നത് കേട്ടോ. ഭയങ്കര ഭംഗിയാണത് കാണാൻ. അത് നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ അതിന് നല്ല നിറമൊക്കെ വന്ന് നല്ല രസമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പില്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ നോക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. അല്ലാണ്ട് കയറി വരാൻ സമയമില്ല. ഷോപ്പിൽ രാവിലെ പോവും, രാത്രി ആകുമ്പോഴാണ് വരുന്നത്. പിന്നെ ഇക്കായാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നത്. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഇക്കാക്കാണ് കേട്ടോ. ഇക്കായാണ് ഈ രീതിയിൽ ഈ ഗാഗിനെ ഇങ്ങനെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി അതിനെയൊക്കെ ആസ്വദിച്ച് നല്ല സെറ്റായിട്ട് കിളിച്ച് വരുന്നുണ്ട്. അത് നമ്മുടെ ഡിഷിൻ്റെ അവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും ഒന്നുകൂടി ചുറ്റിനും എടുക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സംഭവം. ടെറസിൻ്റെ മേളിൽ ഇങ്ങനെയാണ് കേട്ടോ ചുറ്റിനും കിടക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാനൊരു വ്ളോഗൊക്കെ എടുത്തു. വ്ളോഗൊക്കെ എടുത്ത് ശ്രീയരൊക്കെ അവിടെ നിന്ന് ആടിപ്പാടി പിന്നെ കുറേ നേരം എന്താ പറയുന്നത്, ഇതില്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഷോർട്സൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ താഴെ ഇറങ്ങി വന്നു ഗൈസ്. അതിനുശേഷം വെറുഞ്ചായും എനിക്ക് ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മേടിച്ച് വെച്ചേക്കും, അതൊക്കെ കഴിച്ചു ഗൈസ്. ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.